ഹലോ. ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് GTAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷൻ 1Fൽ 2 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള അലൂമിനിയം ഷീറ്റിന്റെ ഔട്ട്സൈഡ് കോർണർ ഫില്ലറ്റ് ജോയിന്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാനാകും. ടിഗ് വെൽഡിംഗ് പ്രക്രിയ ഉപയോഗിച്ച് 2 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള അലൂമിനിയം ഷീറ്റിന്റെ ഔട്ട്സൈഡ് കോർണർ ജോയിന്റ് വെൽഡ് ചെയ്യുക. അലൂമിനിയം ഷീറ്റിന്റെ ഔട്ട്സൈഡ് കോർണർ ജോയിന്റ് വെൽഡ് ചെയ്യുന്നതിന് ആവശ്യമായ ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ്: ടിഗ് വെൽഡിംഗ് മെഷീൻ, അലൂമിനിയം ഫില്ലർ വയർ, ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, ഷീൽഡിംഗ് ഗ്യാസ് ആർഗൺ, 2 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള അലുമിനിയം ഷീറ്റ്, ഹാക്സോ, ഫയൽസ്, ബെഞ്ച് വൈസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ്, ചിപ്പിംഗ് ഹമ്മർ. ഇപ്പോൾ പുറത്തെ കോർണർ ജോയിന്റിനു വേണ്ടി 2 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള അലുമിനിയം ഷീറ്റ് തയ്യാറാക്കാം. ആദ്യം അഴുക്കും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാനായി ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് അലുമിനിയം ഷീറ്റുകൾ വൃത്തിയാക്കുക. അടുത്തതായി ഷീറ്റ് ഒരു 180 മില്ലിമീറ്റർ നീളത്തിലും 50 മില്ലിമീറ്റർ വീതിയിലും മുറിക്കുക. ഷീറ്റുകളുടെ അരികുകൾ സ്ക്വയറും പരസ്പരം പെർപെൻഡിക്കുലറുമാണെന്ന് ഉറപ്പുവരുത്തുക. അലുമിനിയം ഷീറ്റുകൾ ശരിയായി വിന്യസിക്കാനും ചലിക്കാതിരിക്കാനുമായി ഒരുമിച്ച് ക്ലാമ്പ് ചെയ്യുക. വെൽഡിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിനു മുമ്പ് എല്ലായ്പ്പോഴും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുന്നത് ഉറപ്പാക്കുക. ഇനി വെൽഡിംഗ് മെഷീൻ സജ്ജമാക്കുക. അലുമിനിയം വെൽഡിംഗ് ചെയ്യാനായി വെൽഡിംഗ് മെഷീൻ ശരിയായ ക്രമീകരണങ്ങളിലേക്ക് സജ്ജമാക്കുക. വെൽഡിംഗ് കറന്റ് 60 മുതൽ 90 ആംപെയർ വരെയുള്ള ലോ സെറ്റിംഗിലേക്ക് സജ്ജമാക്കണം. വെൽഡിംഗ് വോൾട്ടേജ് ഹൈ സെറ്റിംഗിലേക്ക് സജ്ജമാക്കണം, അതായത് 20 വോൾട്ട്സ്. വെൽഡിംഗ് മെഷീനിന്റെ സജ്ജീകരണം അവസാനിച്ചു കഴിഞ്ഞാൽ അലുമിനിയം ഷീറ്റുകളിലേക്ക് വെൽഡിംഗ് ടോർച്ച് 45 ഡിഗ്രി കോണിൽ പിടിച്ച് ഇടത്തുനിന്ന് വലത്തേക്ക് ഡ്രാഗ് ചെയ്യുക. ഫ്ലാറ്റ് പൊസിഷനിൽ ജോയിന്റ് വെൽഡ് ചെയ്യാൻ ഓർമ്മിക്കുക. കൂടാതെ റൂട്ട് ഗ്യാപ്പ് 1.5 മില്ലിമീറ്ററായി നിലനിർത്തുന്നത് ഉറപ്പാക്കുക. ഇപ്പോൾ 90 ഡിഗ്രി കോണിൽ പ്ലേറ്റുകളെ വിന്യസിക്കാൻ ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിക്കുക. കൂടാതെ പുറത്തെ കോർണർ ജോയിന്റിന് കൃത്യമായ ഇടവേളകളിൽ സെറ്റ് പീസുകൾ ടാക്ക് ചെയ്യുക. അടുത്തതായി പുറത്തെ കോർണർ ജോയിന്റിലെ റൂട്ടിൽ ശരിയായ പെനട്രേഷനോടെ യൂണിഫോം സൈസ് ബീഡ് ഉണ്ടാക്കുക. അതിനുശേഷം ജോയിന്റ് പൂർത്തിയാകുന്നതുവരെ വെൽഡിംഗ് തുടരുക.
വെൽഡ് സ്മൂത്തും യൂണിഫോമുമാണെന്ന് ഉറപ്പാക്കുക. ഏതെങ്കിലും ഘട്ടത്തിൽ വെൽഡിംഗ് നിർത്തപ്പെട്ടാൽ വെൽഡ് വീണ്ടും ആരംഭിക്കുന്നതിന് മുമ്പ് വെൽഡ് ബീഡ് വൃത്തിയാക്കുന്നത് ഉറപ്പാക്കുക. കാരണം ഇത് വെൽഡിൽ പോറോസിറ്റി, ക്രാക്സ്, അപൂർണമായ ഫ്യൂഷൻ തുടങ്ങിയ തകരാറുകൾ വരുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. വെൽഡ് എളുപ്പത്തിൽ പൊട്ടുന്നത് തടയാൻ ഇത് സഹായിക്കും. വെൽഡിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ വെൽഡിൽ നിന്ന് ഏതെങ്കിലും സ്ലാഗ് നീക്കം ചെയ്യാൻ ഒരു ചിപ്പിംഗ് ഹമ്മർ ഉപയോഗിക്കുക. പോറോസിറ്റി, ക്രാക്സ് അല്ലെങ്കിൽ അപൂർണമായ ഫ്യൂഷൻ എന്നിവ പോലുള്ള ഏതെങ്കിലും തകരാറുകൾക്കായി വെൽഡ് പരിശോധിക്കുക. എന്തെങ്കിലും തകരാറുകൾ കണ്ടെത്തിയാൽ ജോയിന്റ് വീണ്ടും വെൽഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അവസാനം ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് വൃത്തിയാക്കുക. ഇത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അതിനെ കൂടുതൽ മിനുസമുള്ളതായി മാറ്റുകയും ചെയ്യും. കൂടാതെ വെൽഡിനെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. വെൽഡിംഗ് പ്രക്രിയ നന്നായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ചില നുറുങ്ങുകൾ ഇതാ. അന്തരീക്ഷ മാലിന്യങ്ങളിൽ നിന്നും വെൽഡ് ഏരിയയെ സംരക്ഷിക്കാൻ എപ്പോഴും ഹൈ പ്യൂരിറ്റി ആർഗൺ ഗ്യാസ് ഷീൽഡിംഗ് ഗ്യാസായി ഉപയോഗിക്കുന്നു. ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഒരു ഷാർപ്പ് പോയിന്റ് ഉള്ളതാണെന്ന് ഉറപ്പാക്കുക. കാരണം ഷാർപ്പ് പോയിന്റ് താപത്തെ കേന്ദ്രീകരിക്കുന്നു. ഇത് ആർക്ക് ഫ്ലിക്കറിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസ്ഥിരമാക്കുന്നത് തടയാൻ സഹായിക്കുന്നു. വെൽഡിംഗ് സ്പീഡ് സ്ലോ ആൻഡ് സ്റ്റഡി ആണോ എന്ന് പരിശോധിക്കുക. കാരണം വെൽഡ് പൂളിൽ ചൂട് തുല്യമായി വിതരണം ചെയ്യാൻ ഇത് അനുവദിക്കുന്നു. ഫില്ലർ വയർ സ്മൂത്തും തുടർച്ചയായതുമായ മോഷനിൽ വൃത്തിയാക്കുക. കാരണം ഫില്ലർ വയറിൽ എണ്ണയോ അഴുക്കുകളോ മറ്റ് മലിനീകരണങ്ങളോ ഉണ്ടാകാം. ഈ മാലിന്യങ്ങൾ വെൽഡിനെ ദുർബലമാക്കുകയും എളുപ്പത്തിൽ പൊട്ടുന്നതുമാക്കും. വെൽഡ് ഏരിയ ഒരിക്കലും അമിതമായി ചൂടാക്കരുത്. വെൽഡ് ഏരിയ അമിതമായി ചൂടാകുന്നത് ഒഴിവാക്കാനുള്ള ചില ടിപ്പുകൾ ഇവയാണ്. ശരിയായ വെൽഡിംഗ് സെറ്റിംഗ്സ്, സ്മൂത്ത് വെൽഡിംഗ് ആർക്ക് മൂവ്മെന്റ്, പ്രീ ഹീറ്റിംഗിന്റെ ഉപയോഗം, വെൽഡ് സാവധാനം തണുക്കാൻ അനുവദിക്കുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. അഴുക്കും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ വയർ ബ്രഷ് ഉപയോഗിച്ച് അലുമിനിയം ഷീറ്റുകൾ വൃത്തിയാക്കുക. പിന്നെ ഷീറ്റ് മുറിക്കുക. വെൽഡിംഗ് മെഷീൻ സജ്ജീകരിക്കുക. സെറ്റ് പീസുകൾ കൃത്യമായ ഇടവേളകളിലും കൃത്യമായ വിന്യാസത്തിലും ട്രാക്ക് ചെയ്യുക. വെൽഡിംഗ് പ്രക്രിയ അവസാനിച്ചു കഴിഞ്ഞാൽ തകരാറുകൾക്കായി വെൽഡ് പരിശോധിക്കുക. ഷീൽഡിംഗ് ഗ്യാസായി എപ്പോഴും ഹൈ പ്യൂരിറ്റി ആർഗൺ ഗ്യാസ് ഉപയോഗിക്കുക. വെൽഡ് ഏരിയ ഒരിക്കലും അമിതമായി ചൂടാക്കരുത്. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് GTAW ഉപയോഗിച്ച് 1F ഫ്ലാറ്റ് പൊസിഷനിൽ 2 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള അലുമിനിയം ഷീറ്റിന്റെ ഔട്ട്സൈഡ് കോർണർ ജോയിന്റിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.